ധർമ്മസ്ഥല കുപ്രചരണ കേസിൽ സമർപ്പിച്ച മൊഴികളും തെളിവുകളും കൃത്രിമമെന്ന് സംബന്ധിച്ച് ലോറി ഉടമ മനാഫ് അന്വേഷണ സംഘത്തിനാണ് മനാഫ് മൊഴി നൽകിയത്. തലയോട്ടിയെടുത്തത് ശുചീകരണ തൊഴിലാളിയല്ല, തലയോട്ടിയെടുത്ത് നൽകിയത് മറ്റ് രണ്ടുപേരാണ്. സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തതിൽ തനിക്ക് പിശക് പറ്റിയെന്നും മനാഫ് പറഞ്ഞു. മനാഫിന് പിന്നിൽ മുസ്ലിം മതമൗലികവാദ സംഘടനകളുണ്ടോ എന്നും അന്വേഷണം നടക്കുകയാണ്. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ധർമ്മസ്ഥല കുപ്രചരണ കേസിൽ സമർപ്പിച്ച മൊഴികളും തെളിവുകളും കൃത്രിമം എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ലോറി ഉടമ മനാഫ്. കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ മനാഫിന് പിന്നിലാര് എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുമല്ലോ. പ്രത്യേക അന്വേഷണ സംഘമാണ് മനാഫിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിനിടയിലാണ് മനാഫ് കുറ്റസമ്മതം എന്നുള്ള രീതിയിൽ നടത്തിയിരിക്കുന്നത്. അതായത് സുശീല ഭട്ടിൻ്റെ വാക്കുകളിൽ താൻ വിശ്വസിക്കുകയായിരുന്നു, അതിലൂടെ താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനാഫ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, തലയോട്ടി ലഭിച്ചു എന്ന് പറയുന്നത് അത് ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് നിന്നല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് തലയോട്ടി ലഭിച്ചത് എന്നും ഇപ്പോൾ മനാഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ നടത്തിയ കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങൾ അത് വ്യക്തമായ തെളിവുകളില്ലാതെയും മാത്രമല്ല അനാവശ്യമായി തെളിവുകൾ സൃഷ്ടിച്ചും, അതായത് വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചുകൂടിയായിരുന്നു ഈ മനാഫ് ഇത്തരത്തിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ വലിയ രീതിയിൽ പ്രചരണം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ധർമ്മസ്ഥല ക്ഷേത്രത്തെ മാത്രമല്ല മൂകാംബിക ക്ഷേത്രത്തെയും തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇതിന് പിന്നിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പ്രത്യേക ദൗത്യ സംഘം കടന്നിരിക്കുകയാണ്. അതായത് മനാഫ് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു പ്രചോദനത്തിൻ്റെ ഫലമായിട്ടായിരിക്കണം മനാഫ് ഇത്തരത്തിൽ ഒരു നീച പ്രവൃത്തിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കപ്പെടുന്നത്. അതായത് ഈ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി, മൂകാംബിക ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി കഴിഞ്ഞ ഏറെ നാളുകളായി ചില തീവ്ര ഇസ്ലാമിക സംഘടനകൾ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളാണ്. അത്തരത്തിലൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ധർമ്മസ്ഥലയിൽ ഉണ്ടായ ഈ ആരോപണങ്ങൾ. അതും ഈ അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള നീചമായ വാർത്തകളായിരുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെയും ആ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കെതിരെയും പടച്ചുവിട്ടത്. അത് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഒരു ഘട്ടത്തിൽ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോ ഇതുമായി ബന്ധപ്പെട്ടവരോ പ്രതികരിച്ചിരുന്നില്ല. സത്യം പുറത്തു വരും എന്നുള്ള ഒറ്റ വാക്കായിരുന്നു അവരുടെ പ്രതികരണത്തിലുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ പിന്നീട് സത്യം പുറത്തു വന്ന നാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഓരോ കണികകളും, സത്യത്തിൻ്റെ ഓരോ കണികകളും ഈ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മനാഫിനെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെ നടത്തിയ ചോദ്യം ചെയ്യലിനിടയിലാണ് മനാഫ് ഇക്കാര്യങ്ങൾ, അതായത് ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ വ്യാജമായ തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നു, തലയോട്ടി അടക്കം ആ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് നിന്നല്ല കണ്ടെത്തിയത്, മറിച്ച് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് തലയോട്ടി അടക്കം കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ മനാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, മനാഫിനുമേൽ കൂടുതൽ പിടിമുറുകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ നിന്നും കൈകഴുകി തടി തപ്പുവാനുള്ള ശ്രമങ്ങളാണിപ്പോൾ മനാഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒന്നെങ്കിൽ സ്വന്തം തടി രക്ഷിക്കാൻ, അല്ലെങ്കിൽ തനിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളെ പോലീസിന് മുന്നിൽ തുറന്നു കാട്ടാതിരിക്കുവാനുള്ള ഗൂഢതന്ത്രങ്ങളുടെയും നീക്കങ്ങളുടെയും ഭാഗമാണ് മനാഫിൻ്റെ ഈ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ, അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. അതായത് മനാഫിലൂടെ ഒരുപക്ഷെ കൂടുതൽ സംഘങ്ങളിലേക്ക്, കൂടുതൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളിലേക്ക് ഈ അന്വേഷണം ചെന്ന് എത്തിപ്പെടാം. അങ്ങനെ അന്വേഷണം എത്തിയാൽ അത് മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങൾ എത്തും.